പക്ഷേ നീ ഇത് കേട്ടോ, ഇന്നൊരു തമാശ ഉണ്ടായി. ഡാനിയൽ സാറിന്റെ ഒരു ഫ്രണ്ട് ഇന്ന് ഓഫീസിൽ വന്നു. ചെറുപ്പക്കാരൻ. കാണാൻ എങ്ങനെ? ആ കൊള്ളാം, തരക്കെടൊന്നുമില്ല. എന്ന് വെച്ചാ? നിന്റെ ചോദ്യം കേട്ടാ തോന്നും ഞാനിതൊക്കെ നോക്കി നടക്കുകയാണെന്ന്. ആ നീ ഇത് കേക്ക്. അയാൾ നേരെ എന്റെ അടുത്തേക്ക് വന്ന ഒരു ചോദ്യം, STD ഉണ്ടോന്ന്. ഞാൻ ബോർഡിലിരിക്കില്ലേ, എന്താ പറയാ? ഇത് പബ്ലിക് കോൾ ഓഫീസല്ലെന്ന് പറയണം. അത് തന്നെ ഞാനും പറഞ്ഞത്. പക്ഷേ അബദ്ധം എനിക്കാ പറ്റിയത്. എന്താ? പറഞ്ഞു വന്നപ്പോഴാണ് മനസ്സിലായത്, ST ഡാനിയൽ സാറിനെ ചുരുക്കി STD ആക്കിയതാണ് പോലും. എന്നിട്ട് അയാള് ഡാനിയൽ സാറിനെ കണ്ടു മടങ്ങുമ്പോ ഞാൻ രാവിലെ കൊണ്ടുപോയ റോസ് കഷ്ടകാലത്തിന് തറ കിടക്കണം. അയാൾ നേരെ വന്നു, നിലത്തുനിന്ന് എടുത്തു, എന്റെ നേർക്കൊരു നീട്ട്. എന്നിട്ട് നീ അത് വാങ്ങി? പിന്നെ വാങ്ങാതെ? വാങ്ങിട്ടെന്താ? മേശമ വെച്ചു. എന്നിട്ട് നീ അയാളെ നോക്കിയോ? ഞാൻ നോക്കിയില്ല. അപ്പൊ അയാൾ നോക്കിയല്ലേ? സംഭവത്തിന്റെ തുടക്കം കൊള്ളാം. ഒരെടുപ്പും കേൾക്കാനൊരു സുഖവും. You finish the matter like this. I am hopeful to enjoy the fruit of your efforts in the near future. That's all. അവനെ ഹോസ്റ്റൽ ലൈഫ് ഒക്കെ എങ്ങനെ ഉണ്ടായി? വെള്ളം കറണ്ട് ഒന്നിനും ബുദ്ധിമുട്ടില്ലല്ലോ? ഓ, എല്ലാവർക്കും ഉള്ളതുപോലെ ഉണ്ട്. ഉണ്ടേലും സാരമില്ല. പുതിയ പ്രസ്താവന വായിച്ചില്ലേ? വെള്ളം പറ്റിയ കിണറുകൾ നികത്തി ഗവൺമെന്റ് വക കിണറുകൾ കുത്തിക്കൊടുക്കുന്നു. 500 കോടിയുടെ പ്രോജക്റ്റ് ആണ്. പക്ഷെ കുത്തല് 10 കോടിക്കായിരിക്കും. അല്ല, എനിക്ക് ലീവ് ഒന്നും വേണ്ടേ? എപ്പോ വേണേലും കൊടുക്കാം. ഫ്രീ ആവുമ്പം കൂട്ടുകാരൊത്തൊക്കെ ഒരു ഔട്ടിംഗ് ഒക്കെ പോലോ. അല്ല, എല്ലാ ആവശ്യമാണല്ലോ. ഞാൻ സാധാരണ ഔട്ടിങ്ങിനൊന്നും പോറില്ല സർ. അല്ല, എപ്പോഴെങ്കിലും ആവശ്യമാണെങ്കിൽ ചോദിക്കാമെന്ന് പറയായിരുന്നു. നോ ഫോർമാലിറ്റീസ്. എനിക്ക് ഓക്കെ, ഇനി ഐ എം ഗോയിങ് ഔട്ട്. ആരെങ്കിലും വന്നാ ഇരിക്കാൻ പറയും. ഓക്കെ, യു ടേക്ക് ഇറ്റ് ഔട്ട് ഇമ്മീഡിയറ്റ്ലി. ഓക്കെ സർ. മിസ്റ്റർ സുൽഫി? സുൽഫിക്കർ. യെസ് മാഡം. ടൈപ്പ് റിബൺ വേണം. ഞാനിവിടെ കോൺഫറൻസിനുള്ള ഫയൽ ശരിയാക്കുക. 12 മണിക്കാ കോൺഫറൻസ്, അത് കഴിയട്ടെ. ഇതും വളരെ അത്യാവശ്യമാണ്. സമയമില്ലെന്ന് പറഞ്ഞില്ലേ? நீ என்ன சொன்ன? சமையல் என்ன? நீ யாரு? இந்த ஆபீஸுக்கு மேனேஜரா? பியூன்டா, பியூன். எடுத்து கொண்டா மாவுக்கு. இங்க வாடா. என்னடா? வாடா இங்க. என்னடா இது? മരുന്ന് കൂട. അടങ്ങിയിരിക്കട്ടെ. എന്നടാ ഇത്? ഇതെന്തിനാണെന്ന്? ഞാൻ കോൺഫറൻസിന് ഫയൽ കൊണ്ടുപോവുക. അവിടെ ജപ്പാനിൽ നിന്നും ഡൽഹിയിൽ നിന്നും ഒക്കെ വലിയ വലിയ ആൾക്കാർ വരുന്നുണ്ട്. അവരുടെ മുമ്പിൽ ഞാൻ ഇവിടുത്തെ പിയൂണാണെന്ന് കാണിക്കണം സ്വാമി. ஏண்டா பியூன் பேரை உனக்கு பிடிக்கலையா? പിടിക്കില്ല. പഠിപ്പ് BA, ജോലി പിയൂൺ. உன்னை சொல்லி பிரயோஜனமே கிடையாது. அம்மணிக்குட்டி, இவனுக்கு காம்ப்ளெக்ஸ் தான். இன்ஃபீரியாரிட்டி காம்ப்ளெக்ஸ் ஏதா? അതേതാ? ആനി, അത്ഭുതപ്പെടണ്ട. STD പറഞ്ഞതാണ്. ഇഷ്ടനകത്തുണ്ടോ? അദ്ദേഹം പുറത്തു പോയിരിക്കുകയാണ്. ഇപ്പൊ വരും. അകത്തിരിക്കൂ. ഞാനിവിടെ ഇരുന്നോളാം. ഞാൻ പോകുന്നു. വന്നിരുന്നെന്ന് പറഞ്ഞാൽ മതി. കുറച്ചു നേരം കൂടി ഇരുന്നാൽ കാണാമായിരുന്നു. കണ്ടു. ഇനി ഇരുന്നാൽ ഇങ്ങനെ ഇരുന്ന് പോകും. പോട്ടെ.
ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് സാർ. തന്റെ ആദ്യത്തെ ഗുഡ് മോർണിംഗിലെ സാർ അവിടെ പോയി? എവിടെയും പോയതല്ല സാർ. ഏ ആദ്യത്തെ അടിക്ക് കേട്ടാലും സാർ കേട്ടതായിട്ട് ഭാവിക്കില്ല. പിന്നെന്തിനാ ഒരു വാക്ക് പാഴാക്കി കളയുന്നു? തന്നെയല്ല, ചെറുപ്പത്തിലേ എനിക്ക് ഈ വാക്കുകൾ വേസ്റ്റ് ചെയ്യുന്ന ഇഷ്ടമല്ല. അമ്മയെ തന്നെ ഞാൻ ആ എന്നേ വിളിക്കൂ. മതിയോടോ, മതി. ഇത് ഞാൻ കണ്ടതാ. താൻ പോയി ആ ആന്റിയോട് വരാൻ പറയും. ഗുഡ് മോർണിംഗ് സർ. മോർണിംഗ്. അനി, ബാലൻസ് ഷീറ്റ് ഡൽഹിയിലേക്ക് അയച്ചോ? ഓഡിറ്റേഴ്സ് ഇങ്ങോട്ട് വരുന്നതുകൊണ്ട് സാർ അയക്കണ്ടെന്നല്ലേ പറഞ്ഞത്? അയച്ചേ. നാളെ പബ്ലിക് ഹോളിഡേ ആണ്, സോ യു ആർ ഫ്രീ അല്ലേ? അല്ല സർ, നാളെ ഞങ്ങളുടെ സോഷ്യൽ സർവീസ് ഡേ ആണ്. ഓ, അപ്പൊ ജനസേവനമൊക്കെ ഉണ്ടല്ലേ? ഏ ഇത് ഗാന്ധിയുടെ ടിക്കറ്റാണ്. ഡൽഹിയിലെ മാനേജർ ഇന്നലെ തന്നെ പോയതുകൊണ്ട് ഒരെണ്ണം മിച്ചം വന്നു. ഇതാനിക്കിരിക്കട്ടെ. ദേ, കിട്ടാൻ വളരെ ബുദ്ധിമുട്ടായതുകൊണ്ട് ബ്ലാക്ക് വായിച്ചതാണ്. കമോൺ കമോൺ. മാട്രിക്കാണ്, മാറ്റിനി. ഇനി പെമ്പറുന്തോർത്തിയുടെ ഫോട്ടോ കണ്ടെന്ന് വെച്ച് ഈ പാർട്ടി വളയാതിരിക്കണ്ട. What's your seat number? E10. This is I-10. Black back. നിങ്ങളുടെ സീറ്റ് നമ്പർ എത്ര? I-10. What the hell have you typed? എന്ത് പറ്റി സർ? Look, it is full of mistakes. ഒരേ അക്ഷരത്തിൽ അറ്റ്ലീസ്റ്റ് തരുന്നതിന് മുമ്പ് നിൽക്കുന്ന വായിച്ചു പോയിക്കൂടെ? സോറി സർ, ഇത് ഞാൻ ടൈപ്പ് ചെയ്തതല്ല, ഡൽഹിയിൽ നിന്ന് വന്നത്. See, I am talking about the responsibility. Are you responsible? യെസ് സർ. You are not. Are you punctual? യെസ് You സർ. are not. എന്തുണ്ടായെന്ന് പറയൂ സർ. പേപ്പേഴ്സ് എല്ലാം അതാത് ഡേറ്റ്സിൽ അയക്കുന്നു. രാവിലെ കൃത്യം 9 മണിക്ക് വരുന്നു, 6 മണിക്ക് ശേഷം പോകുന്നു. No. എന്റെ ഓഫീസ് സമയത്തെ കുറിച്ചല്ല ഞാൻ സംസാരിക്കുന്നത്. യുവർ ഇന്റഗ്രിറ്റി, നിങ്ങളുടെ ആത്മാർത്ഥത. നിങ്ങൾക്ക് വേണ്ടി ഞാൻ എത്ര സമയം ആ തിയേറ്ററിൽ വെയിറ്റ് ചെയ്യുന്നറിയാമോ? ഓഹോ, അതാണോ കാര്യം? അതെ, നിങ്ങൾ വന്നില്ല എന്നതുകൊണ്ടല്ല, നിങ്ങൾ കാരണം
എനിക്ക് കൂടി ആ നല്ല ചിത്രം കാണാൻ പറ്റാതെ പോയി. ഗാന്ധി, ഫാദർ ഓഫ് ദ നേഷൻ, എന്നെ വിടൂ. ആനിക്ക് ഈ നാടിനോട് ഒരു ആത്മാർത്ഥത വേണ്ടേ? ഗാന്ധിയുടെ തത്വങ്ങൾ എന്നോടൊപ്പം അനിയും പഠിക്കട്ടെ. ഞാൻ വരാമെന്ന് പറഞ്ഞില്ലല്ലോ. ടിക്കറ്റ് തന്നു, വാങ്ങി, കാമാക്ഷി വിട്ടു. കാമാക്ഷി, നിങ്ങൾക്ക് വേറെ ആരെങ്കിലും ഇല്ല? You forget it. You collect me hotel charge. ഹലോ, yeah, 1 second. Sir, Taj holding. എനിക്കും റോസ് വളരെ ഇഷ്ടം, ചെറുപ്പം മുതൽ. ഇത് വച്ചൂടെ? ഒരിക്കലും മാടാതെ വളർത്തിയതാണ് എന്റെ മനസ്സിൽ. എന്റെ പൂന്തോട്ടം നിറയെ റോസാ ചെടികളാണ്. ജീവിതം മുഴുവൻ ഇങ്ങനെ ഓരോന്ന് തരാം. കൊള്ളാം. പാർട്ടിക്ക് ഭാവനയുണ്ട്, അതും പൂവിനകത്ത്. പുരുഷന്മാരുടെ ഒരു കാണാപ്പാടമാണല്ലോ ഈ പ്രയോഗം. എങ്കിലും നീ ഇത് വാങ്ങിക്കളഞ്ഞില്ലോടി. നീ ഏറ്റവും ഇഷ്ടപ്പെടുന്ന ഒരു വസ്തു ഒരാൾ തന്നിരിക്കട്ടെ, നീ ആണെങ്കിൽ എന്ത് ചെയ്യും? ഏറ്റവും ഇഷ്ടപ്പെടുന്ന വസ്തു, ഇഷ്ടപ്പെടുന്ന ഒരാൾ എന്ന് കൂടി ചേർത്താൽ ഉത്തരം ഈസി. ഞാനാണേലും വാങ്ങും. എങ്കിലും പെട്ടെന്ന് അങ്ങനെ വാങ്ങാൻ പാടില്ലായിരുന്നല്ലേടി? ഒരിക്കലും പാടില്ലായിരുന്നു. അയാൾ വെച്ച് നീട്ടി, നീ വാങ്ങി. ഇതിലെന്താടി ഒരു ത്രില്ല്? ഞാനായിരുന്നെങ്കിൽ അയാളെ ചുരുങ്ങിയത് 50 പ്രാവശ്യമെങ്കിലും നടത്തി വായി വരുന്നതെല്ലാം പറഞ്ഞ് ആളൊരു പരുവമാവുമ്പോ പതുക്കെ തുടങ്ങും. ആദ്യം ഒരു ചിരി, കിക്കിക്കുന്നല്ല, ചുണ്ടിൽ മാത്രം. പിന്നെ പറയണോ, എതിർപക്ഷത്തിന് അത് മതി. ഊണില്ല, ഉറക്കമില്ല, കുളിയില്ല, ജപമില്ല. കണ്ണിലും മനസ്സിലും ഞാൻ മാത്രം. അങ്ങനെ ആദ്യം നമ്മൾ സ്ത്രീകൾക്ക് ഒരു വിലയുണ്ടെന്ന് വരുത്തുക. പിന്നെ പ്രേമം, വിവാഹം. സമ്മതിച്ചോ? അല്ല, സമ്മതിച്ചോന്ന്? ഇത് പാക്ക് ചെയ്യൂ. ആരാ ബില്ല് പേ ചെയ്ത്? ഞാനാണ്. കുറച്ചുകൂടെ അന്തസ്സായി പെരുമാറൂ പ്ലീസ്. എന്തിനാ ഇങ്ങനെ ചൂടാവുന്നേ? ഒരു പൂ വാങ്ങിയെന്ന് കരുതി എന്തു ആകാമെന്നാണോ? ഇഷ്ടമുള്ളതുകൊണ്ടല്ലേ? എന്നെ എങ്ങനെ ഇഷ്ടപ്പെടണ്ട? അല്ല, ഇഷ്ടപ്പെടും. ഇഷ്ടപ്പെടണ്ടെന്ന് പറഞ്ഞില്ലേ? ഇതെന്തൊരു പാടാണ്. അനി അനി പ്ലീസ് ഒന്ന് പതുക്കെ പറ. നമ്മൾ തമ്മിൽ അടിവെച്ചാൽ ആള് വന്ന് വിചാരിക്കും. ഗുഡ് മോർണിംഗ് ട്യൂബർ.